വിഷ്ണു പ്രകാശ് തിരികെ എത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബം. ലോൺ ആപ്പിൻ്റെയും അതുപോലെ ബ്ലേഡ് സംഘത്തിൻ്റെയും ഭീഷണിയെ തുടർന്നാണ് നാട്ടിൽ നിന്ന് മാറി നിന്നത്, നാട് വിട്ടതെന്നാണ് വിഷ്ണു പോലീസിനോടും ആവർത്തിച്ചത്. 8-ാം ദിവസമാണ് വീട്ടിൽ നിന്ന് പോയി വിഷ്ണുവിനെ കണ്ടെത്തുവാൻ ഏതായാലും കഴിഞ്ഞിട്ടുള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. അതായത് 8 മാസം മുൻപ് വിഷ്ണു എം പോക്കറ്റ് എന്ന ഒരു ലോൺ ആപ്പിൽ നിന്ന് 10,000 രൂപ വായ്പ എടുത്തിരുന്നു. ശേഷം പലിശ സഹിതം പണം തിരിച്ചടച്ചു. കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി ഭീഷണി വന്നു. മോർഫ് ചെയ്ത ഫോട്ടോകളടക്കം ഈ സംഘം പ്രചരിപ്പിച്ചു എന്നാണ് വിഷ്ണു പോലീസിനോട് പറയുന്നത്. ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പണം ലഭ്യമാകും. പക്ഷേ നമ്മുടെ ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്സസും, കോണ്ടാക്റ്റ്, ഫോട്ടോകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സംഘത്തിന് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ തുടർച്ചയായി ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അപ്പം തന്നെ ഈ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം മഡ്ഗാവ്, രത്നഗിരി, ഉടുപ്പി എന്നിവിടങ്ങളിലാണ് മാറി മാറി താമസിച്ചതെന്നുകൂടി വിഷ്ണു പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഉടുപ്പിയിൽ വെച്ച് ഫോൺ നഷ്ടപ്പെട്ടു, മോഷണം പോയി എന്നുകൂടിയാണ് വിഷ്ണു വടകര പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫോണിലുള്ള കൂടുതൽ കാര്യങ്ങൾ, ആപ്പുമായി ബന്ധപ്പെട്ടും ഭീഷണി സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടും കൂടുതൽ കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കാൻ ഏതായാലും കഴിയുകയും ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച് കൂടുതലായി വിശദമായി അന്വേഷിക്കുമെന്ന് കൂടി വടകര പോലീസ് പറയുന്നു. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുള്ളതായും അതിനെ തുടർന്നുള്ള മാനസിക പ്രയാസത്തിലാണ് നാട് വിട്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 1-2 സ്ക്രീൻഷോട്ടുകൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യും. ഏകദേശം 22,000 രൂപയാണ് അയാൾ എടുത്തത്. അയാൾ ഏകദേശം പൂർണ്ണമായും തിരിച്ചടച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ രേഖകളൊന്നും തന്നെ ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുന്നതിനനുസരിച്ച് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ലോൺ ആപ്പിൽ നിന്നെടുത്ത പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി വിഷ്ണു സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയിരുന്നു. അപ്പോൾ ഈ പണവും തിരികെ അടക്കാൻ വൈകിയതോടുകൂടി അത്തരം ആളുകളിൽ നിന്നുകൂടി വിഷ്ണുവിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വിഷ്ണു വടകര പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയാൽ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. രാവിലെ നേത്രാവതി എക്സ്പ്രസ്സിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ട്രെയിനിലെ മറ്റൊരു യാത്രക്കാരൻ്റെ ഫോൺ വാങ്ങിയാണ് വിഷ്ണു വീട്ടിലേക്ക് സഹോദരനെ ബന്ധപ്പെടുന്നത്. പിന്നാലെ അമ്മയടക്കം വിഷ്ണുവിനോട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ആവശ്യപ്രകാരമാണ് വിഷ്ണു പിന്നീട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിന്നത്. ബന്ധുക്കൾക്ക് പോയി കൂട്ടി വിഷ്ണുവിനെ വടകരയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്.